അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് അപ്പോർഷൻമെൻറ്റ്. അപ്പോർഷൻമെൻറ്റ് ഓഫ് ജി എസ് ടി നല്ല അടിപൊളി ടോപ്പിക്കാണ്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്ത് അങ്ങനെ പോകേണ്ട ഒരു ടോപ്പിക്കാണ്. 2 റൂൾസ് ഉണ്ട് നമുക്ക്, റൂൾ 40 to 43 അല്ലേ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദിസ്. അപ്പോൾ അതിന് മുമ്പ് ഇത് എവിടെ നിന്നാണ് ഈ പ്രൊവിഷൻ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. എല്ലാവരും സെക്ഷൻ 17 എടുക്കുക. നമ്മൾ സെക്ഷൻ 17 തുടക്കം. അപ്പോൾ നിങ്ങൾക്ക് കാണാം സെക്ഷൻ 17 സബ്സെക്ഷൻ 1 സബ്സെക്ഷൻ 2. അതായത് അപ്പോർഷൻമെൻറ്റുമായി ബന്ധപ്പെട്ട് 3 സബ്സെക്ഷൻസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ 17 സബ്സെക്ഷൻ 1, 17 സബ്സെക്ഷൻ 2, 17 സബ്സെക്ഷൻ 3. 17 സബ്സെക്ഷൻ 1 പറയാണ് നിങ്ങൾ എപ്പോഴാണ് ITC അപ്പോർഷൻ ചെയ്യേണ്ടത്. ITC അപ്പോർഷൻ ചെയ്യേണ്ടത് വെൻ ദ ഇൻപുട്ട് പാർട്ട്ലി യൂസിങ് ഫോർ ബിസിനസ് ആൻഡ് പാർട്ട്ലി യൂസിങ് ഫോർ അതർ പർപ്പസ്. 17(2) പറയാണ് നിങ്ങൾ എപ്പോൾ അപ്പോർഷൻ ചെയ്യണം. വെൻ ദ ഇൻപുട്ട് ഈസ് യൂസിങ് പാർട്ട്ലി ഫോർ ടാക്സബിൾ ആൻഡ് പാർട്ട്ലി ഫോർ എക്സംപ്റ്റഡ് സപ്ലൈ. ഇതിൻ്റെ ഒരു ബേസിക്സ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. സെക്ഷൻ 17 തുടക്കത്തിൽ ഞാൻ ഈ ഒരു ബേസിക്സ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ, അതായത് എപ്പോഴാണ് അപ്പോർഷൻ ചെയ്യേണ്ടതിൻ്റെ ഒരു ബേസിക്സ്. അതായത് ഞാനൊരു AC വാങ്ങിയൊരു എക്സാമ്പിൾ പറഞ്ഞു. AC രാവിലെ ഓഫീസിലും വൈകിട്ട് എൻ്റെ വീട്ടിലും. അപ്പോൾ ഒരു പാർട്ട്ലി ബിസിനസ് പാർട്ട്ലി ഓഫീസ് അങ്ങനത്തെ സംഭവമായിരുന്നു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് A വാങ്ങി, ആ പ്രൊഡക്റ്റ് A B എന്നുള്ള റോ മെറ്റീരിയൽ A വാങ്ങി, ആ റോ മെറ്റീരിയൽ A വാങ്ങിയിട്ട് അത് നമ്മൾ B പ്രൊഡ്യൂസ് ചെയ്യാനും C പ്രൊഡ്യൂസ് ചെയ്യാനും യൂസ് ചെയ്യുന്നു. B ടാക്സബിളും C എക്സംപ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോർഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൻ്റെ സെക്ഷൻസ് ആണ് 17(1) 17(2). അപ്പോൾ സാർ എന്താണ് 17(3)? അതായത് ഇവിടെ കണ്ടെങ്കിൽ എക്സംപ്റ്റഡ് സപ്ലൈ എന്ന് പറയുന്നത് അല്ലേ. അതായത് when the input partly using for taxable, partly using for exempted supply എന്ന് പറയുന്നുണ്ട്. വാട്ട് ഈസ് ദിസ് എക്സംപ്റ്റഡ് സപ്ലൈ? അതിനെക്കുറിച്ച് പറയുന്നതാണ് 17(3). എക്സംപ്റ്റഡ് സപ്ലൈനെ കുറിച്ച് പറയുന്നതാണ് 17(3). അതിലാണ് ഒരു ട്വിസ്റ്റ്. നമ്മൾ എപ്പോഴും ലോ പഠിക്കുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കണം. ഡെഫിനിഷൻസ് നമുക്കുണ്ടാവും അല്ലേ. 1 സെക്കൻഡ്. ഓക്കെ, ഞാനവിടെ എഴുതുന്നില്ല, ഞാൻ അതിൻ്റെ പേനയിൽ മഷി കഴിഞ്ഞാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എന്താ പറയുക, ജസ്റ്റ് ഒരു കാര്യം ഓർത്തിരിക്കുക. നമ്മൾ ഒരു ആക്ട് വായിക്കുമ്പോൾ അതിലെ ഡെഫിനിഷൻസ് എങ്ങനെയാണ് വായിക്കേണ്ടത് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് ജനറൽ ഡെഫിനിഷൻ ഉണ്ടാവും. അതെന്താ സെക്ഷൻ 2 സെക്ഷൻ 2 ഏത് ആക്ട് എടുക്കുകയാണെങ്കിലും ഇൻകം ടാക്സോ GST അല്ലെങ്കിൽ കസ്റ്റംസോ വാട്ടെവർ, സെക്ഷൻ 2 ആയിരിക്കും ഡെഫിനിഷൻ ഉണ്ടാവുക. ആ സെക്ഷൻ 2 ഡെഫിനിഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് അപ്ലിക്കബിൾ ഫോർ ദ ഹോൾ ആക്ട്. ആ ആക്റ്റിൽ ആ ഒരു വേർഡ്, ഇപ്പോൾ എക്സാമ്പിൾ അഗ്രിഗേറ്റ് ടേൺ ഓവർ അല്ലേ. സെക്ഷൻ 2 ക്ലോസ് 6 വന്ന് അഗ്രിഗേറ്റ് ടേൺ ഓവർ പറയുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്നുള്ള ആ ഡെഫിനേഷൻ സെക്ഷൻ 2 നമ്മൾ എവിടൊക്കെ അഗ്രിഗേറ്റ് ടേൺ ഓവർ യൂസ് ചെയ്യുന്നുണ്ടോ, നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കോംബോ സ്കീമിലുണ്ട്, രജിസ്ട്രേഷനിലുണ്ട്, പിന്നെ നമ്മളുടെ എന്താ പറയുക ഈ ഇൻവോയ്സിൻ്റെ ലിമിറ്റ് നോക്കേണ്ട കേസിലുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ QRMPൻ്റെ ലിമിറ്റ് നോക്കുന്ന കേസിലൊക്കെ അവിടെയൊക്കെ അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്നുള്ള ഒരു വേർഡ് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്നും നമുക്ക് പിന്നെ അല്ലേ ഇപ്പോൾ കോംബോ സ്കീമിൻ്റെ താഴെ അങ്ങനെ പറയില്ല. അതിന് പകരമാണ് ആ ഒരു സെക്ഷൻ 2 കോമൺ ആയിട്ട് ഒരു ഡെഫിനേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ദാറ്റ് യു ഹാവ് ടു അപ്ലൈ എവ്രിവെയർ. അതാണ് ജനറൽ ഡെഫിനേഷൻ. പിന്നെ ഉള്ളതാണ് ഒരു സ്പെസിഫിക് ഡെഫിനേഷൻ. അതായത് ഓരോ കാര്യങ്ങൾക്കും അവിടെ സ്പെസിഫിക് ആയിട്ട് ഡെഫിനേഷൻ ഉൾപ്പെടുത്തും. അതിനർത്ഥം അവിടെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ആ ഡെഫിനേഷൻ അവിടെ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ദാറ്റ്സ് നോട്ട് എ കോമൺ ഡെഫിനേഷൻ അല്ലേ. അപ്പോൾ പിന്നെ അതാണ് നമ്മളുടെ എന്താ പറയുക ഈ ഒരു കേസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇൻകം ടാക്സ് സെക്ഷൻ 43 PGBPയിലേക്ക് വരികയാണെങ്കിൽ അത് PGBPക്ക് മാത്രമുള്ള ഡെഫിനേഷൻസ് ആണ്. വാട്ട് ഈസ് ആക്ച്വൽ കോസ്റ്റ് അല്ലേ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ, അല്ലെങ്കിൽ വാട്ട് ഈസ് എ WDB. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ 43 പറയുന്നുണ്ട്. അല്ലെങ്കിൽ സെക്ഷൻ 70 പറയുന്നത് സാലറീൻ്റെ കേസിൽ ഡെഫിനേഷൻ. അപ്പോൾ അത് സാലറി ചാപ്റ്ററിലേക്ക് വേണ്ടി മാത്രമുള്ള ഡെഫിനേഷനാണ്. അതാണ് സ്പെസിഫിക് ഡെഫിനേഷൻ. ഇനി മറ്റൊരു ഡെഫിനേഷൻ ഉണ്ട് നമുക്ക് ഒരു ടേം. ഇപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാന്റ് എന്നുള്ളത് ഈ GSTയിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ജനറൽ ക്ലോസ് ആക്ട് റെഫർ ചെയ്യണം. അപ്പോൾ സ്റ്റെപ്സ് എന്താണ്, ഒന്ന് നമ്മൾ സ്പെസിഫിക് ഡെഫിനേഷൻ ഉണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ ജനറൽ ഡെഫിനേഷൻ ഉണ്ടോ നോക്കുക, സെക്ഷൻ 2 ഉണ്ടോ നോക്കുക. അതും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ജനറൽ ക്ലോസ് ആക്ട് എടുക്കണം. ഇനി അവിടെ ഇല്ലെങ്കിലോ ജനറൽ ക്ലോസ് ആക്ടിലും അങ്ങനത്തെ സാധനമല്ലോ ഡിക്ഷണറി മീനിങ് എടുക്കുക. അതും ഇല്ലെങ്കിലോ അതിൻ്റെ ജനറൽ മീനിങ് എന്താണ് എന്നുള്ളത്. അങ്ങനെയാണ് നമ്മളതിൻ്റെ ഒരു ഇതിലേക്ക് പോകട്ടോ. ഓക്കെ, എനിവേ
അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മളുടെ ഈ ഒരു കേസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ബുദ്ധിമുട്ടിക്കാനാൽ അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞത് സെക്ഷൻ 17(3)ൽ എക്സംപ്റ്റഡ് സപ്ലൈ എന്താണ് എന്ന് സ്പെസിഫിക്കലി പറയുന്നുണ്ട്. എന്താണ് എക്സംപ്റ്റഡ് സപ്ലൈ എന്ന് പറയുന്നുണ്ട്. പക്ഷേ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് സെക്ഷൻ 2 ക്ലോസ് 47 എന്നൊരു സെക്ഷൻ ഉണ്ട്. ഞാൻ മുമ്പ് അവിടെ നമ്മുടെ എക്സംഷൻ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് 2 ക്ലോസ് 47, മാത്രമല്ല രജിസ്ട്രേഷൻ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് 2 ക്ലോസ് 47. ആ ഒരു സെക്ഷൻ ഓർത്തിരിക്കുക. അതായത് എക്സംപ്റ്റഡ് സപ്ലൈ എന്നതിന് ഒരു പ്രശ്നം എന്താ എന്ന് ചോദിച്ചാൽ അതിന് 2 ഡെഫിനിഷൻ ഉണ്ട്. അതായത് എക്സംപ്റ്റഡ് സപ്ലൈൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് 2 ഡെഫിനിഷൻ ഉണ്ട്. സെക്ഷൻ 2ലെ ജനറൽ ഡെഫിനിഷൻ ഉണ്ട്, സെക്ഷൻ 2 ക്ലോസ് 47. അതിൽ പറയുന്നുണ്ട് എന്താണ് എക്സംപ്റ്റഡ് സപ്ലൈ. അതൊരു ഇൻക്ലൂസീവ് ഡെഫിനിഷനാണ്. അതിൽ പറയുന്നുണ്ട് ഇറ്റ് ഇൻക്ലൂഡ്സ് എന്താണ്, പിന്നെ നിൽ റേറ്റഡ് സപ്ലൈ, അല്ലേ, നിൽ റേറ്റഡ് സപ്ലൈ, അല്ലെങ്കിൽ എന്താ പറയുക, നോട്ടിഫൈഡ് എക്സംഷൻസ്, അതുപോലെ തന്നെ നോൺ ടാക്സബിൾ സപ്ലൈ. ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നിൽ റേറ്റഡ് സപ്ലൈ എന്ന് വെച്ചാൽ എന്താ, നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പ്രൊഡക്റ്റിന് HSN കോഡ് ഉണ്ടാവും. ആ HSN കോഡിലായിരിക്കും അതിൻ്റെ റേറ്റ് മെൻഷൻ ചെയ്യുക. അവിടെ നിൽ എന്ന് കാണിക്കുകയാണെങ്കിൽ അതാണ് നിൽ റേറ്റഡ് സപ്ലൈ. പിന്നെ എന്താ നോൺ ടാക്സബിൾ സപ്ലൈ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സെക്ഷൻ 9 സബ്സെക്ഷൻ 2ൽ പഠിച്ചിട്ടുണ്ട്, അല്ലേ, ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? അതായത് ഏതൊക്കെയാണ് നോൺ ടാക്സബിൾ സപ്ലൈ, ആൽക്കഹോൾ, അല്ലേ, അതുപോലെ തന്നെ നമ്മളുടെ പെട്രോളിയം ഐറ്റംസ്, അതുപോലെ ഗ്യാസ്, അതാണ് നോൺ ടാക്സബിൾ. പെട്രോളിയം ആൻഡ് ഗ്യാസ് ആൻഡ് ആൽക്കഹോൾ, അതാണ് നോൺ ടാക്സബിൾ സപ്ലൈ. എന്താണ് നോട്ടിഫൈഡ് എക്സംഷൻ? അതാണ് നോട്ടിഫിക്കേഷൻ നമ്പർ 12/2017 CTR എന്ന നോട്ടിഫിക്കേഷനിലൂടെ ഗവൺമെൻറ് എക്സംപ്റ്റ് ആക്കിയ ഡെഫിനിഷൻ. അതാണ് എക്സംപ്റ്റഡ് സപ്ലൈ ചാപ്റ്റർ. എക്സംഷൻ ചാപ്റ്റർ പഠിച്ചില്ലേ? ആ എക്സംഷൻ ചാപ്റ്ററിൽ പറയുന്ന എക്സംഷൻസ് ആണ് നോട്ടിഫൈഡ് എക്സംഷൻസ്. അപ്പോൾ ഇതാണ് സെക്ഷൻ 2 ക്ലോസ് 47ൽ പറയുന്ന ഡെഫിനിഷൻ, വാട്ട് ഈസ് എക്സംപ്റ്റഡ് സപ്ലൈ. അപ്പോൾ ഇങ്ങനെ ഒരു ജനറൽ ഡെഫിനിഷൻ അവിടെ ഉണ്ടായിരിക്കെ ഗവൺമെൻറ് എന്ത് ചെയ്തു, മറ്റൊരു ഡെഫിനിഷൻ കൊണ്ടുവന്നു. സെക്ഷൻ 17(3)ക്ക് വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് ഡെഫിനിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൂൾ 40 to 43ക്ക് വേണ്ടിയിട്ടാണ് ഈ 17(3) ഡെഫിനിഷൻ കൊണ്ടുവന്നത്. അപ്പോൾ നമ്മളിവിടെ ഞാൻ പറഞ്ഞു 17(2) പറയാണ് നിങ്ങൾ എന്ത് ചെയ്യണം, യു ഹാവ് ടു അപ്പോഷൻ. എപ്പോഴാണ് അപ്പോഷൻ ചെയ്യേണ്ടത്? നിങ്ങൾ ഒരു ഇൻപുട്ട് ടാക്സബിൾ സപ്ലൈക്കും എക്സംപ്റ്റഡ് സപ്ലൈക്കും വേണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇൻപുട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ അപ്പോഷൻ ചെയ്യണം. അപ്പോൾ എൻ്റെ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എക്സംപ്റ്റഡ് സപ്ലൈ എന്ന് നോക്കുമ്പോൾ ഏത് ഡെഫിനേഷൻ ചെക്ക് ചെയ്യുക, ജനറൽ ആണോ സ്പെസിഫിക് ആണോ? ഡെഫിനറ്റ്ലി സ്പെസിഫിക്. ഗെറ്റിംഗ് ആ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ ഉണ്ടായിട്ട് വേണം നമ്മളുടെ ഈ ഒരു ഡിസ്കഷനിലേക്ക് വരാൻ. അപ്പോൾ ഈ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കുക. സെക്ഷൻ്റെ ഒരു ഓവർവ്യൂ തന്നു. 17(1), 17(2) ടോക്സ് അബൌട്ട് ദ സിറ്റുവേഷൻ ഓഫ് അപ്പോഷൻമെൻറ്റ്. 2 സിറ്റുവേഷനിലാണ് അപ്പോഷൻ ചെയ്യുക. ഒന്ന് ഇൻപുട്ട് പാർട്ട്ലി യൂസിങ് ഫോർ ബിസിനസ് ആൻഡ് നോൺ ബിസിനസ്, രണ്ടാമത് പാർട്ട്ലി യൂസിങ് ഫോർ ടാക്സബിൾ എക്സംപ്റ്റഡ്. പിന്നെ 17(3) പറയുകയാണ് വാട്ട് ഈസ് ദിസ് എക്സംപ്റ്റഡ് സപ്ലൈ ഫോർ ദിസ് പർപ്പസ്. അതിൻ്റെ ഡെഫിനേഷനാണ് 17(3). ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 1 by 1 ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അപ്പോഷൻ ചെയ്യുന്നത് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് അപ്പോഷൻ ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറയാണ് ഒരു ഇൻപുട്ട് വാങ്ങി അതിൻ്റെ മേലെ 18,000 GST കൊടുത്തു. അതിൽ 50% ബിസിനസ്സിനും 50% പേഴ്സണൽ പർപ്പസിനുമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 18,000 × 50%, 9,000 നമുക്ക് എടുക്കാം, ബാക്കി 9,000 ഒഴിവാക്കുക. വളരെ സിമ്പിളാണ്. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പറയാണ് ഒരു ഇൻപുട്ട് വാങ്ങി 18,000, ആ ഇൻപുട്ട് നമ്മൾ ടാക്സബിൾ സപ്ലൈക്ക് 50%, എക്സംപ്റ്റഡ് സപ്ലൈക്ക് 50% യൂസ് ചെയ്തു. ഈസി. 18,000 × 50% മാത്രം എടുക്കുക, 9,000 മാത്രം എടുക്കുക, ബാക്കി 9,000 ഒഴിവാക്കുക. പക്ഷേ ഡു യു തിങ്ക് ക്വസ്റ്റ്യൻ വിൽ ഗീവ് സച്ച് കൈൻഡ് ഓഫ് പെർസെൻറ്റേജ്? നോ, ഡെഫിനറ്റ്ലി നമുക്ക് തരില്ല. അപ്പോൾ എങ്ങനെ ചെയ്യും? അങ്ങനെ ഡയറക്റ്റ്ലി അപ്പോഷൻ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ അപ്പോഷൻ ചെയ്യും? അതാണ് നമ്മൾ ഈ റൂളിൽ പഠിക്കാൻ പോകുന്നത്. 2 റൂൾസാണ്, റൂൾ 42 ആൻഡ് റൂൾ 43. ലെറ്റ്സ് സീ. നല്ല അടിപൊളിയായിട്ടുള്ള കോൺസെപ്റ്റാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് ഇരിക്കുക. ഞാൻ ഇതിൻ്റെ തിയറി ഒന്നും ആദ്യം ഡിസ്കസ് ചെയ്യുന്നില്ല. വളരെ
എന്താ പറയുക, സിമ്പിളായിട്ടൊരു എക്സാമ്പിളിലൂടെയാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു കാര്യം കാണിച്ചു തരാൻ പോകുന്നത്. എന്നിട്ട് തിയറിയിലേക്ക് വരാം. അല്ലെങ്കിൽ ഞാൻ ആദ്യമേ തിയറി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ബിലീവ് മീ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാമെന്ന് എല്ലാവരും എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ എക്സാമ്പിൾ എഴുതി വെക്കുക. ഒരു ആളുടെ ഒരു മാസത്തെ ടോട്ടൽ ITC 10 ലക്ഷമാണ് വിചാരിക്കാം. 10 ലക്ഷം. അപ്പോൾ അതിൻ്റെ ബ്രേക്കപ്പ് എന്നുണ്ട്. ആ 10 ലക്ഷം എങ്ങനെ വന്നു എന്നതിൻ്റെ ബ്രേക്കപ്പാണ് ഇൻപുട്ട് എ. ഇതൊക്കെ ഇൻപുട്ട് ആട്ടോ. ഇൻപുട്ട് എ നിങ്ങൾ ഫുൾ ചെയ്തേക്കോ. ഇൻപുട്ട് എ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇത് പർപ്പസാണ്. എന്തിന് വേണ്ടി യൂസ് ചെയ്തു? ടാക്സബിൾ സപ്ലൈക്ക് വേണ്ടി യൂസ് ചെയ്തു. ഈ എമൗണ്ട് എന്ന് പറയുമ്പോൾ ITC ആട്ടോ. എമൗണ്ട് ഇസ് ഈക്വൽ ടു ITC ആണ്. അതായത് എ എന്നുള്ള ഇൻപുട്ട് വാങ്ങിയപ്പോൾ എത്ര ITC കൊടുത്തു? 1 ലക്ഷം. ബി എന്നുള്ള ഇൻപുട്ട് നമ്മൾ പർച്ചേസ് ചെയ്ത് എന്തിനാണ്? എക്സംപ്റ്റഡ് സപ്ലൈക്ക് വേണ്ടിയിട്ടാണ്. അതിൻ്റെ മേലെ ITC കൊടുത്തു. അങ്ങനെ സി ബ്ലോക്ക്ഡ് ആണ്. ഡി നോൺ ബിസിനസ് ആണ്. അങ്ങനെ അതേഴ്സ് ഉണ്ട്. അതേഴ്സ് കോമൺ ആണ്. കോമൺ മീൻസ് എന്താ? ഇപ്പോൾ എ ടാക്സബിൾ ആണ്, ബി എക്സംപ്റ്റ് ആണ്, ഡി നോൺ ബിസിനസ് ആണ്. പിന്നെ നമുക്ക് ബ്ലോക്ക്ഡ് എന്നുള്ളൊരു നമുക്കൊരു പർപ്പസ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. അത് ബ്ലോക്ക്ഡ് ആണ്, അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ടാക്സബിൾ ആവാം, എക്സംപ്റ്റ് ആവാം, നോൺ ബിസിനസ് ആവാം. അപ്പോൾ കോമൺ മീൻസ് എന്താ? കോമൺ എന്ന് വെച്ചാൽ അതർ ഇൻപുട്ട് നമ്മൾ എല്ലാത്തിനും യൂസ് ചെയ്തിട്ടുണ്ട്. ടാക്സബിൾ സപ്ലൈക്കും എക്സംപ്റ്റഡ് സപ്ലൈക്കും അതുപോലെ തന്നെ നോൺ ബിസിനസ് ഉണ്ട്. പക്ഷെ നമുക്കറിയില്ല എത്രത്തോളമാണ് അങ്ങനെ യൂസ് ചെയ്ത് നമുക്കറിയില്ല. അതാണ് കോമൺ എന്ന് പറഞ്ഞാൽ. കോമൺലി യൂസ്ഡ് ഫോർ ഓൾ പർപ്പസ്. ഓക്കെ, അത് നമുക്ക് എത്രയാണ് അറിയില്ല, നമ്മൾ അത് കണ്ടെത്തണം. ഇനി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഇവരുടെ ഈ മാസത്തെ ടാക്സബിൾ സപ്ലൈ എത്രയാണ്, എക്സംപ്റ്റഡ് സപ്ലൈ എത്രയാണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. എല്ലാവരും ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. എന്നിട്ട് ആൻസറിലേക്ക് വരാം. അപ്പോൾ ഒന്ന് ക്വസ്റ്റ്യൻ പോസ് ആക്കിയിട്ട് ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കാം. ഇതിലെല്ലാവർക്കും ഡൗട്ട് വന്നിട്ടുണ്ടാവും ചിലപ്പോൾ. സാർ ഇവിടെ എക്സാമ്പിൾ കാണിച്ചു, ഈ ബി എന്നുള്ളത് എക്സംപ്റ്റഡ് സപ്ലൈ ആണ്. അപ്പോൾ എങ്ങനെയാണ് അവർ ITC ഉണ്ടാവുക, GST ഉണ്ടാവുക, 50,000 GST ഉണ്ടാവുക എന്ന ഡൗട്ട് ഉണ്ടാവും. ബി എക്സംപ്റ്റ് എന്നല്ല ഞാൻ പറഞ്ഞത്. ഇവർക്ക് 2 പ്രൊഡക്റ്റ് ഉണ്ട്. ടാക്സബിൾ പ്രൊഡക്റ്റ് ഉണ്ട്. താഴെ ആ ഗ്രീൻ നോക്ക്, ടാക്സബിൾ ഉണ്ട്, എക്സംപ്റ്റും ഉണ്ട്. അതായത് എ എന്നുള്ള ഇൻപുട്ട് നമ്മൾ എന്തിനു വേണ്ടി മാത്രം യൂസ് ചെയ്തു? ആ ടാക്സബിൾ സപ്ലൈക്ക് വേണ്ടി മാത്രം. ബി എന്നുള്ള ഇൻപുട്ട് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്തു? എക്സംപ്റ്റഡ് സപ്ലൈക്ക് യൂസ് ചെയ്തു എന്നതിന് അർത്ഥം. അല്ലാതെ ബി എക്സംപ്റ്റ് എന്നല്ല. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, സാർ അതെങ്ങനെ വരിക? നമ്മളുടെ ഔട്ട്പുട്ട് എക്സംപ്റ്റും ഇൻപുട്ട് ടാക്സബിളും അങ്ങനെ ആവുമോ? ഞാനൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ കാണിച്ചു തരാം. നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ്, പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് അത് ആ എക്സാമ്പിൾ തരുന്നത്. പ്ലാസ്റ്റിക് ബാങ്കിൾ. ഇതൊരു പ്ലാസ്റ്റിക് ബാങ്കിളാണ്, ബാങ്കിൾസ്. നമ്മളുടെ നോട്ടിഫൈഡ് ഗുഡ്സിൻ്റെ എക്സംഷൻ ലിസ്റ്റ് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ, അത് ഞാൻ പറയുന്നത് CMA ഫൈനലിൽ ഗുഡ്സിൻ്റെ എക്സംഷൻ പഠിക്കാനുണ്ട്. CA ഫൈനലിൽ ഗുഡ്സിൻ്റെ എക്സംഷൻ പഠിക്കാനില്ല. അപ്പോൾ ആ ലിസ്റ്റ് ഏതായാലും ഞാൻ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വായിക്കുന്ന സമയത്ത് അതിൽ കാണാം ബാങ്കിൾസ് എക്സംപ്റ്റ് ആണ്. നമ്മൾ ഈ പ്ലാസ്റ്റിക് ബാങ്കിൾസ്, സ്വർണ്ണമല്ല, പ്ലാസ്റ്റിക് ബാങ്കിൾസൊക്കെ നമുക്ക് ബേസിക്കലി എക്സംപ്റ്റ് ആണ്. അപ്പോൾ ഞാനൊരു പ്ലാസ്റ്റിക് ബാങ്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളാണ് വിചാരിക്കാം. അപ്പോൾ ഞാൻ ഈ പ്ലാസ്റ്റിക് ബാങ്കിൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻപുട്സ് വാങ്ങും. അതിലേക്കുള്ള പ്ലാസ്റ്റിക് വാങ്ങും, അല്ലേ, കെമിക്കൽസ് വാങ്ങും, പിന്നെ അതർ മെറ്റീരിയൽസ് വാങ്ങും. ഞാൻ പറഞ്ഞ പ്ലാസ്റ്റിക് ബാങ്കിൾ എക്സംപ്റ്റ് ആണ് ശരി, പ്ലാസ്റ്റിക് ബാങ്കിൾ എക്സംപ്റ്റ് ആണ് ശരി. പക്ഷേ ഞാൻ ഈ വാങ്ങുന്ന പ്ലാസ്റ്റിക് ടാക്സബിൾ ആണ്, കെമിക്കൽസ് ടാക്സബിൾ ആണ്, അതർ മെറ്റീരിയൽസ് ടാക്സബിൾ ആണ്. അപ്പോൾ എൻ്റെ ഇൻപുട്ടിൻ്റെ മേലെ ഞാൻ എന്ത് കൊടുക്കേണ്ടി വരും? GST കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇൻപുട്ട് ടാക്സബിൾ ആണ്. പക്ഷേ ആ ഇൻപുട്ട് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് എക്സംപ്റ്റ് ആണ്. ആർ ഗെറ്റിംഗ്? അതാണ് ഇവിടെ സംഭവിച്ചത്. ഞാൻ പറഞ്ഞത് ബി എന്നുള്ള ഇൻപുട്ട് ടാക്സബിൾ ആണ്, പക്ഷെ ബി വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് എക്സംപ്റ്റ് ആണ്. ആർ ഗെറ്റിംഗ്? അതാണ് അവിടുത്തെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ എന്താ കണ്ടെത്താൻ പോകുന്നത് വെച്ചാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എപ്പോഴാണ് ഫുൾ ITC എടുക്കാൻ പറ്റുക? നമ്മുടെ ഫുൾ സപ്ലൈ ടാക്സബിൾ ആയിരിക്കണം. എപ്പോഴാണ് ഫുൾ ITC എടുക്കാൻ പറ്റുക? നമ്മുടെ ഫുൾ സപ്ലൈ ടാക്സബിൾ ആയിരിക്കണം. അത് ഇവരുടെ കേസിൽ 1.5 കോടിയാണ് ഇവരുടെ സപ്ലൈ. ആ 1.5 കോടിയും ടാക്സബിൾ സപ്ലൈ ആണെങ്കിൽ നമ്മൾ ഈ അപ്പോഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഫുൾ ITC എടുക്കാം. ഇനി അതല്ല 1.5 കോടി ഫുള്ളി എക്സംപ്റ്റ് ആണെങ്കിലോ ഒരു ITC എടുക്കാനും പറ്റില്ല, അപ്പോഴും അപ്പോഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എപ്പോഴാണ് അപ്പോഷൻമെൻറ്റ് വരിക? നമ്മളുടെ സപ്ലൈ ടാക്സബിളും ഉണ്ട്, എക്സംപ്റ്റും ഉണ്ട്, അപ്പോഴാണ് അപ്പോഷൻ ചെയ്യേണ്ടി വരിക. പിന്നെ ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് നോൺ ബിസിനസ്സിന് യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോഴും നമ്മൾ അപ്പോഷൻ ചെയ്യണം. നൗ ലിസൺ എവരിവൺ. എങ്ങനെയാണ് നമ്മൾ അപ്പോഷൻ ചെയ്യാന്ന് വെച്ചാൽ, ആദ്യത്തെ ടാസ്ക് എന്താ? കോമൺ ക്രെഡിറ്റ് കണ്ടെത്താം. എന്താണ് സാർ ഈ കോമൺ ക്രെഡിറ്റ്? വെരി സിമ്പിൾ ബഡീസ്. ഞാൻ ഈ അതേഴ്സ് ഇട്ടിട്ടില്ലേ, അതേഴ്സ്, അതാണ് കോമൺ ക്രെഡിറ്റ്. അതായത്
നമുക്ക് എല്ലാവർക്കും അറിയാം എയും ബിയും സിയും ഡിയും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള പർപ്പസുകൾക്ക് യൂസ് ചെയ്താണ്. അതിൽ സി ഒരു സ്പെസിഫിക് പർപ്പസ് പറയാൻ പറ്റില്ല, ഞാൻ നല്ല പെട്ടെന്ന് പറഞ്ഞു പോവാണ്. അപ്പോൾ എയും ബിയും സിയും ഡിയും ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്ത ഇൻപുട്ടാണ്. അപ്പോൾ ആ ITC ഒക്കെ നമുക്ക് സ്പെസിഫിക് ക്രെഡിറ്റ് ആണ്, അതായത് സ്പെസിഫിക് ITC ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ മാസം മൊത്തം ITC 10 ലക്ഷമാണ്. ആ മൊത്തം ITC 10 ലക്ഷത്തിൽ എൻ്റെയും ബിൻ്റെയും സിൻ്റെയും ഡീൻ്റെയും സ്പെസിഫിക് ITC നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് കോമൺ ITC കണ്ടെത്താൻ ഈസി അല്ലേ? ആ 10 ലക്ഷത്തിന് എയും ബിയും സിയും ഡിയും കുറച്ചാൽ പോരെ, മതി, അത്രേ ഉള്ളൂ. പക്ഷേ അത് കുറയ്ക്കുമ്പോൾ ദർ ഈസ് വൺ ഓർഡർ യു ഹാവ് ടു ഫോളോ. ആ ഓർഡർ എന്താണെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ ടോട്ടൽ ITC എഴുതുക. അപ്പോൾ കോമൺ ക്രെഡിറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടാവും. കോമൺ ക്രെഡിറ്റ് ഈസ് ഈക്വൽ ടു 10 ലക്ഷം മൈനസ് 1 lakh മൈനസ് 50,000 മൈനസ് 2 lakh മൈനസ് 50,000, അത്രേ ഉള്ളൂ സംഭവം. പക്ഷേ ആ ഓർഡറിൽ നമ്മൾ മൈനസ് ചെയ്യാൻ പറ്റില്ല. ഐ ടെൽ യു വൈ, എന്തുകൊണ്ടാണ് അങ്ങനെ മൈനസ് ചെയ്യാൻ പറ്റാത്തത് എന്ന് പറയാം. അപ്പോൾ ആദ്യം ടോട്ടൽ ITC നമ്മൾ എടുത്തു. അതൊന്ന് എന്ത് ചെയ്യാം, എടുക്കാൻ പറ്റാത്ത ITC ആദ്യം ഒഴിവാക്കാം. എ എന്നുള്ള ഇൻപുട്ട് നമ്മൾ എന്തിനു വേണ്ടി മാത്രം യൂസ് ചെയ്തത്? ടാക്സബിൾ സപ്ലൈക്ക് വേണ്ടി മാത്രമാണ്. അത് ഫുൾ ITC എടുക്കാൻ പറ്റും. കാരണം ടാക്സബിൾ സപ്ലൈക്ക് വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫുൾ ITC എടുക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് എൻ്റെ ITC നമുക്ക് എടുക്കാൻ പറ്റും. അത് ആദ്യം കുറയ്ക്കരുത്. നമ്മൾ എന്ത് ചെയ്യുക, ബിയും സിയും ഡിയും അതിൽ തന്നെ ചെറിയൊരു പ്രശ്നം വെച്ചാൽ, അപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ടാവും, അതിൽ നിങ്ങൾ ആദ്യം ഇതാണ് കുറയ്ക്കേണ്ടത്, നോൺ ബിസിനസ് ആണ് കുറയ്ക്കേണ്ടത് കേട്ടോ. അതായത് ആദ്യം നിങ്ങൾ ഡി ആണ് കുറയ്ക്കേണ്ടത്. പക്ഷേ ഞാനിവിടെ എഴുതിയ സമയത്ത് ആദ്യം കുറച്ചത് പിന്നെ എന്താ പറയുക ബി ആണ്. നിങ്ങൾ എഴുതുമ്പോൾ ആദ്യം ഡി കുറയ്ക്കുക കേട്ടോ. എങ്ങനെ കുറച്ചാൽ ആൻസർ സെയിം ആയിരിക്കും, പക്ഷേ നിങ്ങൾ ആദ്യം ഡി കുറയ്ക്കുക, എന്നിട്ട് ബി കുറയ്ക്കുക, എന്നിട്ട് സി. അപ്പോൾ ഫസ്റ്റ് ഡി, ദെൻ ബി, ദെൻ സി, ഇങ്ങനെ ഈ ഓർഡറിൽ കുറയ്ക്കുക. എന്തുകൊണ്ടാണ് ഞാൻ പറയാം, കാരണം ഒരു ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, ബിയും സിയും ഡിയും നമ്മൾ കുറച്ചു. അല്ല, ആദ്യം നിങ്ങൾ ഡി കുറച്ചാൽ മതി, വേറെ പ്രശ്നമില്ല. പിന്നെ ബി സി, അതായത് ഡീനെ പൊറിച്ചിട്ട് ബീൻ്റെ മുകളിലേക്ക് ഇട്ടാൽ മതി, വേറെ പ്രശ്നമില്ല. നൗ അപ്പോൾ 10 ലക്ഷത്തിൽ നമ്മൾ 50,000, 2 ലക്ഷം, പിന്നെ 50,000 നമ്മൾ കുറച്ചു. എന്ന് വെച്ചാൽ ഇതൊക്കെ എടുക്കാൻ പറ്റാത്ത ITC ആണ്. കാരണം ബി എന്താ, ബി എക്സംപ്റ്റഡ് സപ്ലൈക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ITC എടുക്കാൻ പറ്റില്ല. സിയോ ബ്ലോക്ക് ITC ആണ്, എടുക്കാനേ പറ്റില്ല. ഡി നോൺ ബിസിനസ്സിന് വേണ്ടി മാത്രം അതിൻ്റെ ITC എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതൊക്കെ എടുത്ത് ദൂരേക്ക് എറിഞ്ഞു പോയി, അല്ലേ, ദൂരേക്ക് കളഞ്ഞു, അത് വേണ്ട. അപ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ടാണ് നമ്മൾ 3Bയിൽ എലിജിബിൾ ITC ആയിട്ട് കണക്കാക്കുക. ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞിട്ടുണ്ട് ITC അവൈൽ ചെയ്യുക എങ്ങനെയാണ്, 3Bയിൽ കാണിക്കാം. അപ്പോൾ നമ്മൾ 3Bയിൽ എലിജിബിൾ ITC ആയിട്ട് 10 ലക്ഷം കാണിക്കൂല. 10 ലക്ഷത്തിന് തീരെ എടുക്കാൻ പറ്റാത്ത ITC നമ്മൾ ആദ്യമേ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള എമൗണ്ടാണ് നമ്മൾ 3Bയിൽ എലിജിബിൾ ITC ആയിട്ട് കാണിക്കുക. അപ്പോൾ 3Bയിൽ നമ്മൾ എത്ര എമൗണ്ട് കാണിക്കും, 7 ലക്ഷം. അപ്പോൾ നമ്മുടെ ലെഡ്ജറിൽ നമ്മൾ ക്രെഡിറ്റ് ലെഡ്ജർ 3Bയിൽ കാണിക്കുമ്പോൾ ക്രെഡിറ്റ് ലെഡ്ജറിലേക്ക് എമൗണ്ട് വരും, 7 ലക്ഷം വന്നു. അപ്പോൾ ഇതിപ്പോൾ ലെഡ്ജറിലെത്തി, നമ്മൾ 3Bയിൽ കാണിച്ചു, ലെഡ്ജറിൽ 7 lakh എത്തി. അപ്പോൾ ഇനി ലെഡ്ജറിൽ എത്തിയതിന് ശേഷമാണ് നമ്മൾ ഇനി ചെയ്യുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്. ഇതൊക്കെ നമ്മൾ 3B ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചെയ്ത അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഫസ്റ്റത്തെ 3 3B ചെയ്യുമ്പോൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്തു, 3B തന്നെ നമ്മൾ അത് ഒഴിവാക്കി. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, നമുക്കറിയാം കോമൺ ക്രെഡിറ്റ് കണ്ടെത്താൻ അതായത് ഇതും കൂടെ കുറയ്ക്കണം, ഈ ടാക്സബിൾ സപ്ലൈ കൂടെ കുറച്ചാലാണ് കോമൺ ക്രെഡിറ്റ് കിട്ടുക. പക്ഷേ എന്തുകൊണ്ടാണ് ഞാനത് ആദ്യമേ കുറയ്ക്കരുത് എന്ന് പറയാൻ കാരണം ആദ്യമേ ബിൻ്റെയും സിൻ്റെയും ഡീൻ്റെയും കൂടെ അത് കുറച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ, അത് ലെഡ്ജറിലേക്ക് എത്തൂല. സപ്പോസ് ഇവിടെ നമ്മൾ എയും കൂടെ കുറച്ച് വിചാരിക്കുക, അപ്പോൾ ലെഡ്ജറിലേക്ക് 6 ലക്ഷം എത്തുക, അത് എത്തിയാൽ പോരാ, 7 ലക്ഷം എത്തണം. കാരണം എന്താ, ഈ 1 lakh നമുക്ക് ഫുള്ളി എടുക്കാൻ പറ്റുന്ന ITC ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ആദ്യമേ കുറയ്ക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു കാര്യം ഓർത്തിരിക്കുക. നമ്മൾ കോമൺ ക്രെഡിറ്റ് കണ്ടെത്തുന്ന സമയത്ത് ഇനെലിജിബിൾ ആയിട്ടുള്ള ITC ആണ് ആദ്യം ഒഴിവാക്കേണ്ടത്. അതിൽ തന്നെ ഫസ്റ്റ് നോൺ ടാക്സബിൾ, പിന്നെ എക്സംപ്റ്റഡ്, പിന്നെ ബ്ലോക്ക്ഡ് ITC നിങ്ങൾ ഒഴിവാക്കുക. എന്നിട്ട് നമ്മൾ എമൗണ്ട് എലിജിബിൾ ITC 3Bയിൽ കാണിക്കും, അത് നമ്മൾ ലെഡ്ജറിലേക്ക് എത്തും. ഇനി അവിടെ നിന്നാണ് നമ്മൾ എന്ത് കുറയ്ക്കേണ്ടത്, കുറയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ ബിയും സിയും ഡിയും കുറച്ച് ദൂരേക്ക് എറിഞ്ഞ പോലെ അല്ല നമ്മൾ എന്താണ്, ലെഡ്ജറിൻ്റെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുകയാണ്. അതായത് നമ്മൾ ഒഴിവാക്കുന്നില്ല, നമ്മൾ കോമൺ ക്രെഡിറ്റ് കണ്ടെത്താൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കുറച്ച് നോക്കുകയാണ്. അല്ലാതെ ഈ 50,000 2 lakhും 50,000 കുറച്ച പോലെ ഒഴിവാക്കുന്നില്ല. നമ്മൾ ഒഴിവാക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കുറച്ച് നോക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ഇത് നമ്മൾ ശരിക്കും ഒഴിവാക്കുന്നുണ്ട്. ബിയും സിയും ഡിയും നമ്മൾ ശരിക്കും കുറച്ച് ഒഴിവാക്കുന്നുണ്ട്. പക്ഷേ നമ്മളൊരു കമ്പ്യൂട്ടേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ഒരു പേപ്പറിൽ എഴുതുന്ന പോലെ കണക്കാക്കിയാൽ മതി, നമ്മൾ ഒഴിവാക്കുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, കോമൺ ക്രെഡിറ്റ് കിട്ടി. ദിസ് ഈസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്.
അപ്പോൾ കോമൺ ക്രെഡിറ്റ് കിട്ടുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പക്ഷേ അത് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. ജസ്റ്റ് തന്ന ഓർഡറിൽ അങ്ങോട്ട് കുറയ്ക്കാൻ പാടില്ല. അതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആദ്യം നോൺ ബിസിനസ്, പിന്നെ എക്സംപ്റ്റഡ്, പിന്നെ ബ്ലോക്ക്ഡ്. ഇനിയിപ്പോൾ അത് തെറ്റിയാലും കുഴപ്പമില്ല. പക്ഷേ ഒരിക്കലും എന്ത് ചെയ്യരുത്, അതായത് ടാക്സബിൾ സപ്ലൈക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്ത ഇൻപുട്ടിൻ്റെ ITC എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ കുറയ്ക്കാൻ പാടില്ല. അത് ലെഡ്ജറിൽ എത്തിയതിന് ശേഷം മാത്രം നമുക്ക് ഒഴിവാക്കല്ല കുറയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, കാരണം നമ്മൾ ഫസ്റ്റ് കുറയ്ക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ നമ്മൾ കുറയ്ക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് കോമൺ ക്രെഡിറ്റ് കിട്ടി. ക്ലിയർ അല്ലേ? ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്നാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് കോമൺ ക്രെഡിറ്റ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിലുണ്ട്. അതുകൂടെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സെറ്റ് ആവും. അപ്പോൾ കോമൺ ക്രെഡിറ്റ് കിട്ടി. എന്താണ് കോമൺ ക്രെഡിറ്റിൻ്റെ മീനിങ് പറയും? നമുക്ക് മാക്സിമം ഒരു ഇൻപുട്ട് 3 പർപ്പസുകൾക്കാണ് യൂസ് ചെയ്യാൻ പറ്റുക. ഒന്നുകിൽ ആ ഇൻപുട്ട് ടാക്സബിൾ സപ്ലൈക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഇൻപുട്ട് എക്സംപ്റ്റഡ് സപ്ലൈക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഇൻപുട്ട് നോൺ ബിസിനസ്സിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ എക്സാമ്പിൾ എന്നുള്ള പ്രൊഡക്റ്റ് ടാക്സബിൾ സപ്ലൈക്ക് വേണ്ടി മാത്രമാണ്, പിന്നെ B എന്നുള്ള പ്രൊഡക്റ്റ് എക്സംപ്റ്റഡ് സപ്ലൈക്ക് വേണ്ടി മാത്രമാണ്, D എന്നുള്ള പ്രൊഡക്റ്റ് നോൺ ബിസിനസ്സിന് വേണ്ടി മാത്രമാണ്. ബ്ലോക്ക്ഡ് എന്നുള്ളതൊരു പർപ്പസ് അല്ല. ഓക്കെ, അപ്പോൾ ഈ 3 പർപ്പസുകൾക്കാണ് നമുക്ക് ഒരു ഇൻപുട്ട് യൂസ് ചെയ്യാൻ പറ്റുക. പക്ഷേ ചില ഇൻപുട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒന്നിൽ കൂടുതൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യും. അതാണ് കോമൺ ഇൻപുട്ട്. ആ കോമൺ ഇൻപുട്ടിന് മേലെ നമ്മൾ കൊടുത്ത GST ആണ് കോമൺ ക്രെഡിറ്റ്. അപ്പോൾ നമുക്കറിയാം ഈ 6 ലക്ഷം ITC കൊടുത്ത് നമ്മൾ വാങ്ങിയ ഇൻപുട്ട് എന്തിനെല്ലാം യൂസ് ചെയ്യുന്നുണ്ടാവും? ടാക്സബിൾ, എക്സംപ്റ്റഡ്, നോൺ ബിസിനസ്. ക്വസ്റ്റ്യനിൽ നോൺ ബിസിനസ് പറഞ്ഞാൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ കോമൺ ക്രെഡിറ്റ് എന്ന് വെച്ചാൽ ആ ഒരു ഇൻപുട്ട് അല്ലെങ്കിൽ ആ കുറച്ച് ഇൻപുട്ടുകൾ നമ്മൾ മൾട്ടിപ്പിൾ പർപ്പസിന്, എന്തൊക്കെ മൾട്ടിപ്പിൾ പർപ്പസ് ഉണ്ടാവുക? ടാക്സബിൾ സപ്ലൈക്ക് യൂസ് ചെയ്തായിരിക്കാം, എക്സംപ്റ്റഡ് സപ്ലൈക്ക് ആൻഡ് നോൺ ബിസിനസ്, അങ്ങനെ മൾട്ടിപ്പിൾ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്ത ഇൻപുട്ടാണ് കോമൺ ഇൻപുട്ട്. അതിൻ്റെ മേലെ നമ്മൾ കൊടുത്ത GST ആണ് കോമൺ ക്രെഡിറ്റ് അല്ലെങ്കിൽ കോമൺ ITC. ഇനി അപ്പോൾ ഈ കോമൺ ക്രെഡിറ്റിനെയാണ് നമ്മൾ അപ്പോഷൻ ചെയ്യാൻ പോകുന്നത്. അതിനെയാണ് നമ്മൾ അപ്പോഷൻ ചെയ്യേണ്ടത്. കോമൺ ക്രെഡിറ്റിനെയാണ് നമ്മൾ അപ്പോഷൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ലെഡ്ജർ ഒന്ന് നോക്കാം. നമ്മുടെ ലെഡ്ജറിൽ ഇപ്പോൾ എത്ര എമൗണ്ട് ഉണ്ടാവും? 7 ലക്ഷം അല്ലേ? കാരണം നമ്മൾ ആ 1 ലക്ഷം ഒഴിവാക്കിയിട്ടില്ല. അത് നമ്മൾ ജസ്റ്റ് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ച് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ ടാക്സ് നമ്മൾ ജസ്റ്റ് കുറച്ച് മാത്രമേ ഉള്ളൂ. പക്ഷേ ലെഡ്ജറിൽ 7 ലാക്ക് തന്നെ ഉണ്ട്, അത് മനസ്സിലാക്കുക. ഇനി അപ്പോൾ നമുക്ക് കോമൺ ക്രെഡിറ്റ് കിട്ടി 6 ലാക്സ്. ഇതിനെയാണ് നമ്മൾ അപ്പോഷൻ ചെയ്യുന്നത്. ആ കോമൺ ക്രെഡിറ്റിനെയാണ് നമ്മൾ അപ്പോഷൻ ചെയ്യുക. കാരണം അതാണ് മൾട്ടിപ്പിൾ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തത്. അപ്പോൾ ഓരോ പർപ്പസ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അപ്പോഷൻ ചെയ്യാം. അപ്പോൾ എന്തൊക്കെ പർപ്പസ് ഞാൻ പറഞ്ഞു? ഇറ്റ് ക്യാൻ ബി ഈതർ എക്സംപ്റ്റഡ് സപ്ലൈ, ഇറ്റ് ക്യാൻ ബി ഈതർ നോൺ ബിസിനസ്, ഓർ ഇറ്റ് ക്യാൻ ബി ഈതർ ടാക്സബിൾ. അപ്പോൾ ഈ 3 പർപ്പസിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ക്വസ്റ്റ്യനിൽ ഇപ്പോൾ നോൺ ബിസിനസ് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒന്നും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ടാക്സബിൾ, എക്സംപ്റ്റഡ് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യാം? ഈ കോമൺ ക്രെഡിറ്റിൽ എക്സംപ്റ്റഡ് സപ്ലൈയിലേക്ക് എത്ര യൂസ് ചെയ്തു എന്നാണ് കണ്ടെത്തേണ്ടത്. വളരെ സിമ്പിൾ ഇക്വേഷനാണ്. എങ്ങനെയാണ് നിങ്ങൾ ഒരു GSTൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് വേണ്ട എന്നാൽ തന്നെ നിങ്ങൾക്ക് പറയാൻ കഴിയും. കാരണം ആ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഈ മാസത്തെ എക്സംപ്റ്റഡ് സപ്ലൈ എത്രയാണ് എന്ന് പറയുന്നുണ്ട്, 50 ലാക്സ്. ഈ മാസത്തെ ടോട്ടൽ സപ്ലൈ എത്രയായിരിക്കും? 1 crore + 50, 150 ലാക്സ് അല്ലേ? അപ്പോൾ നമുക്ക് അപ്പോഷൻ ചെയ്യാൻ സിമ്പിളാണ്. കോമൺ ക്രെഡിറ്റ് 6 ലക്ഷം, അതായത് ടാക്സബിളിനും എക്സംപ്റ്റഡിനും എല്ലാം യൂസ് ചെയ്ത കോമൺ ക്രെഡിറ്റ് 6 ലക്ഷം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ അപ്പോഷൻ ചെയ്യാൻ പറ്റും? എക്സംപ്റ്റഡ് സപ്ലൈയിലേക്ക് 6 ലക്ഷം × 50 / 150. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 lakh rupees കിട്ടും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ഈ കോമൺ ക്രെഡിറ്റിൽ നമ്മൾ എക്സംപ്റ്റഡ് സപ്ലൈയിലേക്ക് യൂസ് ചെയ്ത ITC = 2 lakhs. അപ്പോൾ അത് എടുക്കാൻ പറ്റുന്ന ITC ആണ്, എടുക്കാൻ പറ്റാത്ത ITC ആണ്, എടുക്കാൻ പറ്റാത്ത ITC ആണ്, അതിലേക്ക് വരാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് എന്ത് ചെയ്യണം? ഈ കോമൺ ക്രെഡിറ്റിൽ നോൺ ബിസിനസ് പർപ്പസിലേക്ക് യൂസ് ചെയ്തത് നമ്മൾ കണ്ടെത്തണം. അതിന് നമുക്ക് അങ്ങനത്തെ ഒരു ഇക്വേഷൻ ഫോളോ ചെയ്യാൻ പറ്റില്ല. കാരണം നോൺ ബിസിനസ്സിൽ ടേൺ ഓവർ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് ഒരു സിമ്പിളായിട്ടുള്ള ഒരു മെക്കാനിസം കൊണ്ടുവന്നിട്ടുണ്ട്. ഗവൺമെൻറ് പറയാണ്, നിങ്ങൾ ഒരു കോമൺ ഇൻപുട്ട് എക്സംപ്റ്റഡ് സപ്ലൈക്കും നോൺ ബിസിനസ്സിനും ടാക്സബിൾ സപ്ലൈക്കും യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, ആ കോമൺ ക്രെഡിറ്റിൻ്റെ 5% അസ്യൂം ചെയ്താൽ മതി. വേറെ നിവൃത്തിയില്ല, നമുക്ക് വേറെ ഒന്നും കണ്ടെത്താൻ ഒരു നിവൃത്തിയില്ല. അതുകൊണ്ട് 5%. അപ്പോൾ അത് ഫിക്സ്ഡ് ആണ്, എല്ലാ ക്വസ്റ്റ്യനും ഫിക്സ്ഡ് ആണ്, അത് മാറില്ല. ആ 5% മാറില്ല. അല്ലാതെ ഈ ഒരു എക്സാമ്പിൾ മാത്രമല്ല 5%, കംപ്ലീറ്റ് ക്വസ്റ്റ്യനിൽ 5% ആണ്. പക്ഷേ ക്വസ്റ്റ്യനിൽ പറയുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. ക്വസ്റ്റ്യനിൽ പറയാണ് കോമൺ ക്രെഡിറ്റ്
ആൾസോ യൂസ്ഡ് ഫോർ നോൺ ബിസിനസ് എന്ന് പറഞ്ഞാൽ മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഈ 5% ചെയ്യരുത്, അല്ലെങ്കിൽ നിങ്ങൾ എക്സംപ്റ്റഡ് ആൻഡ് ടാക്സബിൾ മാത്രം ചെയ്താൽ മതി. ഇനി അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കോമൺ ക്രെഡിറ്റിൽ എക്സംപ്റ്റഡ് സപ്ലൈയിലേക്കുള്ള അപ്പോർഷൻമെൻറ്റ് കിട്ടി, കോമൺ ക്രെഡിറ്റിൽ നോൺ ബിസിനസ്സിലേക്കുള്ള അപ്പോർഷൻമെൻറ്റ് കിട്ടി. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കോമൺ ക്രെഡിറ്റ് എന്ന് വെച്ചാൽ എന്താ, മൾട്ടിപ്പിൾ പർപ്പസിന് യൂസ് ചെയ്ത ഇൻപുട്ടിൻ്റെ ക്രെഡിറ്റാണ് കോമൺ ക്രെഡിറ്റ്. ഈ മൾട്ടിപ്പിൾ പർപ്പസ് പറയുമ്പോൾ 3 പർപ്പസ് മാത്രമേ മാക്സിമം നമുക്ക് ഉണ്ടാവുള്ളൂ. ഒന്ന് എക്സംപ്റ്റഡ്, നോൺ ബിസിനസ്, ടാക്സബിൾ. ഇപ്പം ഞാൻ പറഞ്ഞു ഈ 3 പർപ്പസും നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതിൽ 2 പർപ്പസുകളുടെ എമൗണ്ട് കിട്ടിയാൽ 3ാമത്തെ പർപ്പസിന് എമൗണ്ട് കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. എങ്ങനെ കണ്ടെത്തുക? 6 ലക്ഷം മൈനസ് 2 ലക്ഷം മൈനസ് 30,000 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ എമൗണ്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും, സാർ എങ്ങനെ ചെയ്തുകൂടെ? ആദ്യം നമ്മൾ ടാക്സബിൾ സപ്ലൈൻ്റെ ചെയ്യാം, അതായത് കോമൺ ക്രെഡിറ്റ് ഇൻറ്റു ടാക്സബിൾ സപ്ലൈ ഡിവൈഡ് ബൈ ടോട്ടൽ ടേൺ ഓവർ, അങ്ങനെ ചെയ്യാം. പിന്നെ നോൺ ബിസിനസ്, എന്നിട്ട് ബാലൻസിങ് ഫിഗറായിട്ട് എക്സംപ്റ്റഡ് സപ്ലൈ എടുത്തുകൂടെ? പറ്റൂല. ഞാനിപ്പോൾ ചെയ്യുന്ന മെത്തേഡിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ മാറാൻ പാടില്ല, ഇങ്ങനെ തന്നെ ചെയ്യണം. ആദ്യം എക്സംപ്റ്റഡ് സപ്ലൈ, പിന്നെ നോൺ ബിസിനസ്, ബാക്കി ടാക്സബിൾ, അങ്ങനെ തന്നെ ചെയ്യണം, അല്ലാതെ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഫൈൻ. ഇനി അപ്പോൾ ഇത് കിട്ടി. അപ്പോൾ നമ്മൾ അപ്പോർഷൻമെൻറ്റ് കഴിഞ്ഞു. അപ്പോർഷൻമെൻറ്റ് എത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇനി നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്താണെന്ന് വെച്ചാൽ, ഒന്നുകിൽ നിങ്ങളോട് ചോദിക്കും കമ്പ്യൂട്ട് ദ എമൗണ്ട് ഓഫ് ITC ടു ബി റിവേഴ്സ്ഡ്. കമ്പ്യൂട്ട് ദ എമൗണ്ട് ഓഫ് ITC ടു ബി റിവേഴ്സ്ഡ്. നിങ്ങൾ എന്താ എഴുതുക? നമ്മൾ ഒഴിവാക്കേണ്ട ITC ആണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതും? നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ 7 ലക്ഷത്തിൽ പെട്ടതാണ് ഈ 6 ലക്ഷം കോമൺ ക്രെഡിറ്റ്. ആ 6 ലക്ഷത്തിൽ പെട്ടതാണ് ഈ 2 ലക്ഷം 30,000. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, എക്സംപ്റ്റഡ് സപ്ലൈക്ക് യൂസ് ചെയ്ത 2 ലക്ഷം, നോൺ ബിസിനസ്സിന് യൂസ് ചെയ്ത 30,000 നമുക്ക് ITC എടുക്കാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒഴിവാക്കണം. അതാണ് റിവേഴ്സൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 ലക്ഷം 3 ലക്ഷം 30,000 ഇപ്പോൾ ലെഡ്ജറിൽ കിടക്കുകയാണ്. ഈ 7 ലാഖിൽ ഉൾപ്പെട്ടതാണ് ഈ 2,30,000. അപ്പോൾ നമ്മൾ കണ്ടെത്തി ആ 7 ലാഖിൽ 2 ലാഖും 30,000 ഇപ്പോൾ എടുക്കാൻ പറ്റാത്ത ITC ആണ്. നമ്മൾ അപ്പോഷൻ ചെയ്തു, കണ്ടെത്തി എടുക്കാൻ പറ്റാത്ത ITC ആണ്, അത് ഒഴിവാക്കണം. അതാണ് റിവേഴ്സൽ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റിവേഴ്സൽ എന്ന് വിളിക്കുക. ദാറ്റ് ഈസ് വാട്ട് റിവേഴ്സൽ. നൗ എൻ്റെ ഡൗട്ട്, നമ്മൾ മുമ്പ് ഫസ്റ്റ് കോമൺ ക്രെഡിറ്റ് കണ്ടെത്തിയ സമയത്ത് ബിയും സിയും ഡിയും നമ്മൾ ഒഴിവാക്കിയില്ലേ? അത് നമ്മൾ റിവേഴ്സൽ എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും വേണ്ട. എന്താണ് റിവേഴ്സൽ എന്ന് മനസ്സിലാക്കുക. എന്താ റിവേഴ്സൽ മീൻസ്? നമ്മൾ ലെഡ്ജറിലേക്ക് ITC ആയിട്ട് അവെയിൽ ചെയ്തതിന് ശേഷം ഒഴിവാക്കുകയാണെങ്കിലാണ് അത് നമ്മൾ റിവേഴ്സൽ എന്ന് വിളിക്കുക. അതായത് നമ്മൾ 7 ലാഖ് നമ്മൾ ITC ആയിട്ട് അവെയിൽ ചെയ്തു, ആ 7 ലാഖിൽ പെട്ടതാണ് 2,30,000. അപ്പോൾ അവെയിൽ ചെയ്തതിന് ശേഷം നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ റിവേഴ്സൽ എന്ന് വിളിക്കുക. പക്ഷേ നമ്മൾ നേരത്തെ ഒഴിവാക്കിയ ബിയും സിയും ഡിയും നമ്മൾ ലെഡ്ജറിലേക്ക് എടുത്തിട്ടേ ഇല്ല. അത് നമ്മൾ ലെഡ്ജറിൻ്റെ പരിസരത്ത് വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് അതൊരിക്കലും നമ്മൾ റിവേഴ്സൽ എന്ന് പറഞ്ഞിട്ട് എഴുതരുത്. ഇപ്പോൾ റിവേഴ്സൽ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് 2,30,000 ആണ് റിവേഴ്സൽ. അതാണ് നിങ്ങൾ എഴുതേണ്ടത്. ആർ ഗെറ്റിംഗ്? അങ്ങനെയായിരിക്കും ഒരു ക്വസ്റ്റ്യൻ വരിക. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വരിക, കമ്പ്യൂട്ട് ദ എലിജിബിൾ ITC. നമുക്ക് എടുക്കാൻ പറ്റുന്ന ITC എത്രയാണ് എന്നാണ് അടുത്ത ഡൗട്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് 2 മെത്തേഡിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, ഇപ്പോൾ ലെഡ്ജറിൽ എത്ര എമൗണ്ട് ഉണ്ട്? 2 ലക്ഷം ഉണ്ട്, 7 ലക്ഷം ഉണ്ട്. 7 ലാഖാണ് ലെഡ്ജറിലുള്ളത്. ആ 7 ലാഖ് നമ്മൾ ഈ 2 ഒഴിവാക്കി, 2 ലാഖും ഒഴിവാക്കി, 30,000 ഒഴിവാക്കി, ബാക്കി എത്രയായിരിക്കും? 4,70,000. ഇനി അതല്ല, വേറെ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. അതായത് നമ്മളിപ്പോൾ കോമൺ ക്രെഡിറ്റിൽ എലിജിബിൾ, ഈ ടാക്സബിൾ സപ്ലൈ എലിജിബിൾ ITC ആണ്. അപ്പോൾ 3,70,000 കിട്ടി. ഈ 3,70,000 കൂടെ എന്ത് ആഡ് ചെയ്താൽ മതി? ആ എക്സ്ക്ലൂസീവ് ഫോർ ടാക്സബിൾ 1 ലാഖ് ഇല്ലേ, അത് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് 4,70,000 കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കുക, 2 രീതിയിൽ ചെയ്യാം. അപ്പോൾ നമ്മളോട് ചോദിക്കുക 2 രീതിയിലാണ്. റൂൾ 42 ക്വസ്റ്റ്യൻ വരെ 2 രീതിയിലായിരിക്കും. ഒന്നുകിൽ നിങ്ങളോട് ചോദിക്കുക കമ്പ്യൂട്ട് ദ എമൗണ്ട് ഓഫ് ITC ടു ബി റിവേഴ്സ്ഡ്. റിവേഴ്സ് ചെയ്യേണ്ട ITC എത്രയാണ് എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ കോമൺ ക്രെഡിറ്റിൽ എക്സംപ്റ്റഡ് സപ്ലൈയിലേക്കും നോൺ ബിസിനസ്സിലേക്കും നമ്മൾ അപ്പോർഷൻ ചെയ്ത എമൗണ്ട് ആണ് റിവേഴ്സ് ചെയ്യേണ്ടത്. ഇനി എത്രയാണ് നിങ്ങൾക്ക് എലിജിബിൾ ITC ചോദിക്കുകയാണെങ്കിൽ ടോട്ടൽ ലെഡ്ജറിൽ നമ്മൾ ആഡ് ചെയ്ത എമൗണ്ട് ഇല്ലേ, അതിന്ന് ഈ 2,30,000 കുറച്ചാൽ മതി. ഒരിക്കലും കോമൺ ക്രെഡിറ്റിൽ നിന്ന് 2,30,000 കുറച്ചിട്ടുള്ള എമൗണ്ട് എഴുതരുത്. ടോട്ടലായിട്ട് ആ ലെഡ്ജറിലുള്ള ടോട്ടൽ ITC നിന്ന് 2,30,000 ഒഴിവാക്കിയാൽ ബാക്കിയുള്ളതും എലിജിബിൾ ITC. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ചെയ്യാം? ഈ കോമൺ ക്രെഡിറ്റിൽ എലിജിബിൾ ITCൻ്റെ കൂടെ നമ്മൾ എക്സ്ക്ലൂസീവ്ലി ഫോർ ടാക്സബിൾ സപ്ലൈ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ റൂൾ 42 നമുക്ക് പഠിക്കാനുള്ളത്. ഞാനൊരു തിയറി നിങ്ങളോട് പറഞ്ഞിട്ടില്ല, വളരെ സിമ്പിളായിട്ടുള്ള ലോജിക്കിലൂടെ മാത്രമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് തിയറിയിലേക്ക് വരാം. അല്ലാതെ ആദ്യമേ ഞാൻ തിയറി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? റൂൾ 42ൻ്റെ തിയറിയിലേക്ക് വരാം. അപ്പോൾ
അപ്പോർഷൻമെൻറ്റ് ഓഫ് ക്രെഡിറ്റ് ഓൺ ഇൻപുട്ട് ആൻഡ് റിവേഴ്സൽ ദെയർ ഓഫ് റൂൾ 42. ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? കോമൺ ക്രെഡിറ്റ് കണ്ടെത്താണ്. എങ്ങനെ നമ്മൾ കോമൺ ക്രെഡിറ്റ് കണ്ടെത്തും? ഇനി എല്ലാവരും എന്ത് ചെയ്യുക? ഇപ്പോൾ നമ്മൾ ചെയ്ത എക്സാമ്പിൾ എടുക്കുക. ഇപ്പോൾ നമ്മൾ ചെയ്ത എക്സാമ്പിൾ നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം എന്താണ് ബേസിക്കലി ടോട്ടൽ ITC ആണ് നമ്മൾ ആദ്യം കോമൺ ക്രെഡിറ്റ് കണ്ടെത്താണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത ടോട്ടൽ ITC ആണ്. ടോട്ടൽ ITC നമ്മൾ 10 ലക്ഷം, അതിൻ്റെ ബ്രാക്കറ്റ് ടോട്ടൽ ITCൻ്റെ ബ്രാക്കറ്റ് T എന്ന് എഴുതാം. T ഇത് നമ്മളുടെ ഞാൻ ഉണ്ടാക്കിയ ഷോർട്ട് ഫോം അല്ല, റൂളിൽ ഉള്ള ഷോർട്ട് ഫോമാണ്. അപ്പോൾ നിങ്ങൾ അതും കൂടെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ പഠിക്കാൻ സിമ്പിളാണ്. T ഇനി അത് നമ്മൾ ആദ്യം എന്ത് കുറച്ചു? എക്സ്ക്ലൂസീവ് ഫോർ നോൺ ബിസിനസ് കുറച്ചു. എന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ എന്താണ് എത്ര എമൗണ്ട് എനിക്കറിയില്ല, നോൺ ബിസിനസ് അതിന് T1 എന്ന് എഴുതാം. പിന്നെ നമ്മൾ എക്സ്ക്ലൂസീവ് ഫോർ എക്സംപ്റ്റഡ് സപ്ലൈ എഴുതി, അത് നമ്മൾ T2 എന്ന് എഴുതാം. പിന്നെ നമ്മൾ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് അത് T3. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? അത് മൂന്നും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള എമൗണ്ടാണ് നമ്മൾ 3Bയിൽ കാണിക്കുക. അതാണ് ലെഡ്ജറിലേക്ക് വരിക, 7 lakhs. അത് നമ്മൾ എന്താ വിളിക്കുക? C1. ആ ലെഡ്ജറിൽ വന്ന എമൗണ്ടാണ് C1. ഇനി ആ C1 ലെഡ്ജറിൽ എത്തിയതിന് ശേഷം നമ്മൾ എക്സ്ക്ലൂസീവ് ഫോർ ടാക്സബിൾ സപ്ലൈ നമ്മൾ മൈനസ് ചെയ്യുക, അതാണ് T4. അപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ് കോമൺ ക്രെഡിറ്റ്, ദാറ്റ് ഈസ് വാട്ട് C2. അപ്പോൾ ഈ ടേംസ് നിങ്ങൾ അവിടെ എഴുതാം. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ എക്സാമ്പിൾ പറയാതെ ഞാനിത് വായിക്കുകയാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല അല്ലേ? ഇനി ഓതേഴ്സ് നോട്ട് T1, T2, T3, T4 ഷാൾ ബി ഡിറ്റർമൈൻ ഇൻവോയ്സ് ലെവൽ ആൻഡ് ഷാൾ ബി ഡിക്ലെയർ ദ GST at 3B. അതായത് നമ്മൾ ഇൻവോയ്സ് ലെവലിൽ തന്നെ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? സഗ്രിഗേറ്റ് ചെയ്യണം. അല്ലാതെ നമ്മൾ എങ്ങോട്ട് എടുക്കാൻ പാടില്ല, നമ്മളുടെ കോമൺ ക്രെഡിറ്റിലേക്ക് അങ്ങോട്ട് എടുക്കാൻ പാടില്ല. ഇനി അത് 3Bയിൽ സെപ്പറേറ്റ്ലി കാണിക്കണം, ഇനെലിജിബിൾ ആണെന്ന് കാണിക്കണം, അതാണ് പറയുന്നത്. ഇനി വിത്ത് ITC റിലേറ്റിംഗ് ടു input or input service which is used partly for all such purpose, and ITC related to non-business and exempted supply has identified and segregated it invoice level, then such amount shall be included T1, T2 above and remaining shall be included T4 above. അതായത് proviso to rule 40 പറയാണ്. ശ്രദ്ധിക്കുക, listen everyone. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു പ്രൊഡക്റ്റ് വാങ്ങി, A എന്നുള്ള പ്രൊഡക്റ്റ് വാങ്ങി. ഈ A എന്നുള്ള പ്രൊഡക്റ്റ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ടാക്സബിൾ സപ്ലൈക്കും എക്സംപ്റ്റഡ് സപ്ലൈക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, രണ്ടിനും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശരിക്കും ഇത് കോമൺ ITCയിൽ പോവേണ്ട ഒരു സാധനമാണ് അല്ലേ, കോമൺ ക്രെഡിറ്റിലേക്ക് പോകേണ്ടതാണ്. ഓക്കെ, പക്ഷെ നമുക്കത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും, നമുക്കറിയാൻ പറ്റും വിചാരിക്കുക. അതായത് ഈ A എന്നുള്ള ഇൻപുട്ട് ശരിക്കും നമ്മളിത് എങ്ങനെ അപ്പോസ് ചെയ്യേണ്ടത്? കോമൺ ക്രെഡിറ്റിൽ ആഡ് ചെയ്തിട്ട് എക്സംപ്റ്റഡ് സപ്ലൈ ഡിവൈഡ് ബൈ ടോട്ടൽ സപ്ലൈ, അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും ഇതിൽ 50% ടാക്സബിൾ സപ്ലൈക്കും 50% എക്സംപ്റ്റഡ് സപ്ലൈക്കുമാണ് എന്ന് നമുക്ക് ഇൻവോയ്സ് ലെവൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇതിൽ 9,000 സഗ്രിഗേറ്റ് ചെയ്തിട്ട് ഈ 9,000 നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ നമ്മളുടെ തിയറിലേക്ക് വരും. നമ്മളുടെ ടാക്സബിൾ സപ്ലൈ ആയിരുന്നു T4ലും, അതുപോലെ എക്സംപ്റ്റഡ് സപ്ലൈ T2 അല്ലേ, T2. അപ്പോൾ ഈ എന്താണ് എക്സംപ്റ്റഡ് സപ്ലൈ നമ്മൾ T2ൻ്റെ കൂടെ ആഡ് ചെയ്യുക, ഇത് T4ൽ ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ അവർ പറഞ്ഞ ഇത്രേ ഉള്ളൂ. സംഭവം ചിലപ്പോൾ എന്തായിരിക്കും, ഒരു ഇൻപുട്ട് മൾട്ടിപ്പിൾ പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് ഒറ്റയ്ക്ക് നിങ്ങൾ കോമൺ ക്രെഡിറ്റ് ആയിട്ട് കണക്കാക്കണം നിർബന്ധമല്ല. നിങ്ങൾക്കത് ഇൻവോയ്സ് ലെവലിൽ തന്നെ അതിൻ്റെ പെർസെൻറ്റേജ് ഒക്കെ കറക്റ്റ് അറിയുകയാണെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ അതിനെ സഗ്രിഗേറ്റ് ചെയ്തിട്ട് ഇവിടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ T1ലോ T2ലോ T3ലോ നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനെ കോമൺ ക്രെഡിറ്റിലേക്ക് ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ എക്സംപ്റ്റഡ് സപ്ലൈ ഡിവൈഡ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ അവിടെ നിന്ന് ഒഴിവാക്കിക്കോ എന്നാണ് ഈ പറഞ്ഞ പ്രൊവിസോ നമ്മളോട് പറയുന്നത്. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് കിട്ടി, കോമൺ ക്രെഡിറ്റ് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? അപ്പോഷൻ ചെയ്യണം. നമ്മൾ ആദ്യം എങ്ങോട്ട് അപ്പോഷൻ ചെയ്തത്? 6 ലക്ഷം ഫസ്റ്റ് നമ്മൾ അപ്പോഷൻ ചെയ്ത് എക്സംപ്റ്റഡ് സപ്ലൈയിലേക്കാണ് അല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടിയിട്ട്? 2 ലക്ഷം കിട്ടിയില്ലേ. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് D1. ശ്രദ്ധിക്കണം, വെരി ഇമ്പോർട്ടൻറ്റ്, D1. ആ വേർഡ് നിർബന്ധമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യണ്ടോ. അതായത് അപ്പോഷൻമെൻറ്റ് ഓഫ് കോമൺ ക്രെഡിറ്റ് ടു എക്സംപ്റ്റഡ് സപ്ലൈ ഈസ് ഈക്വൽ ടു D1. D1ൻ്റെ ഇക്വേഷനൊക്കെ എഴുതിയിട്ട് വേണം ചെയ്യാൻ. വെറുതെ നിങ്ങൾ 2 lakh എഴുതാൻ നിൽക്കരുത്. ഇക്വേഷനൊക്കെ ആദ്യം എഴുതുക, എന്നിട്ട് ഓരോ ഇക്വേഷൻ എന്താ സൂചിപ്പിക്കുക അതൊക്കെ കറക്റ്റായിട്ട് എഴുതിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. D1 ഇസ് ഈക്വൽ ടു C2 ഇൻറ്റു E/F. എന്താ C2? നമുക്കറിയാം കോമൺ ക്രെഡിറ്റ്. കോമൺ ക്രെഡിറ്റ് ഇൻറ്റു E/F. ഈ എന്താ? എക്സംപ്റ്റഡ് സപ്ലൈ ഡിവൈഡഡ് ബൈ ടോട്ടൽ സപ്ലൈ. ഓക്കെ, നൗ അപ്പോൾ ഈ എക്സംപ്റ്റഡ് സപ്ലൈ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇവിടെയാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഇൻട്രൊഡക്ഷൻ ഓർമ്മയുണ്ടോ? സെക്ഷൻ 2 ക്ലോസ് 47 ഒരു എക്സംപ്റ്റഡ് സപ്ലൈ ഡെഫിനേഷൻ ഉണ്ട്. സെക്ഷൻ 17(3) ഒരു എക്സംപ്റ്റഡ് സപ്ലൈ ഡെഫിനേഷൻ ഉണ്ട്. ഏതാണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത്? 17(3). അതാണ് എക്സംപ്റ്റഡ് സപ്ലൈ. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് എക്സംപ്റ്റഡ് സപ്ലൈ. ഇനി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ചെയ്ത ഇക്വേഷന്
എന്താണ് നമ്മൾ തിയറിറ്റിക്കലി പഠിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മളെന്താ സിമ്പിളായിട്ട് പഠിച്ചു അല്ലേ? എന്താണ് കോമൺ ക്രെഡിറ്റ് ഇൻറ്റു എക്സംപ്റ്റഡ് സപ്ലൈ ഡിവൈഡ് ടോട്ടൽ സപ്ലൈ, അത് തന്നെയാണിത്. D1 is equal to C2 into E/F. അതിൽ if turnover details of the current tax period is not available, then turnover details of the tax എന്താണ് ലാസ്റ്റ് ടാക്സ് പീരീഡ്, അതായത് ഈ മാസത്തിലെങ്കിൽ കഴിഞ്ഞ മാസത്തിൽ എടുക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ പോലെ ഡെഫിനിഷൻ നമ്മൾ എക്സംപ്റ്റഡ് സപ്ലൈ ഡെഫിനിഷൻ നമ്മൾ സെപ്പറേറ്റ്ലി പഠിക്കണം. അവിടെയാണ് കൂടുതൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി പിന്നെ നമ്മൾ എന്ത് ചെയ്തു, നോൺ ബിസിനസ്സിലേക്ക് നമ്മൾ അപ്പോഷൻ ചെയ്തു. അത് D2. അപ്പോൾ D1 D2 നമ്മൾക്ക് കിട്ടിയത് 30,000. അപ്പോൾ അവിടെ D2 അങ്ങനെ ചെയ്തത് C2 into 5%. പക്ഷേ പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ പറയാണ് ആൾസോ യൂസ്ഡ് ഫോർ നോൺ ബിസിനസ് എന്ന് പറഞ്ഞാൽ മാത്രം നിങ്ങൾ ഈ വർക്കിംഗ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ചെയ്യരുത്. ഓക്കെ, ഇനി എലിജിബിൾ ക്രെഡിറ്റ് നമ്മളെങ്ങനെ ചെയ്ത്, എലിജിബിൾ ക്രെഡിറ്റ് എങ്ങനെ കിട്ടിയത്, അതായത് നമുക്ക് ഒരു എത്ര 3,70,000 അത്ര കിട്ടിയില്ല, 3,70,000 അല്ലേ? അതെങ്ങനെ നമ്മൾ കണ്ടെത്തിയത്, അത് നമ്മൾ C3 നമ്മൾ വയ്ക്കാം. അതെങ്ങനെ കണ്ടെത്തിയത്, C2 minus D1 plus D2. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി റെസ്ട്രിക്ട് ദ ഇൻഎലിജിബിൾ ക്രെഡിറ്റ്, അവിടെ ബ്രാക്കറ്റ് ചെയ്ത റിവേഴ്സൽ ഓഫ് ITC, ദാറ്റ് ഈസ് വാട്ട് റിവേഴ്സൽ. നമ്മൾ ഏതാ റിവേഴ്സ് ചെയ്യാം, നമ്മൾ ഫസ്റ്റ് ഒഴിവാക്കിയ ഈ പറഞ്ഞ T1ഉം T2 ഒക്കെ റിവേഴ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അത് റിവേഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ എടുത്തിട്ടേ ഇല്ല. അപ്പോൾ നമ്മൾ റിവേഴ്സ് ചെയ്യേണ്ടത് ഏതാണെന്ന് വെച്ചാൽ D1 plus D2 ഇതാണ് റിവേഴ്സ് ചെയ്യേണ്ടത്. റിവേഴ്സ് ചെയ്യാൻ തിരിച്ചടക്കുക, ഗവൺമെൻറ്റിലേക്ക് നമ്മൾ ഒന്നുകിൽ ആ പൈസ തിരിച്ചടക്കാം, DRC 03 എന്നുള്ള ഫോം വെച്ച് നമുക്ക് തിരിച്ചടക്കാം. ഓക്കെ, അല്ലെങ്കിൽ 3B തന്നെ റിവേഴ്സ് ചെയ്യാൻ പറ്റും, അത് വേറെ കാര്യം. സോ എനിവേ, ഇതാണ് നമ്മളുടെ റൂൾ 42 എന്നുള്ള കോൺസെപ്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഐ ഹോപ്പ് ഓൾ ഓഫ് യു ക്ലിയർ ദിസ്. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട റൂളാണ് റൂൾ 42. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെറ്റാവും. ഇനി ഇതിൽ ചെറിയൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഫൈനൽ കാൽക്കുലേഷൻ അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. ഇപ്പോൾ നമ്മൾ എല്ലാ മാസവും നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ നമുക്ക് എല്ലാ മാസവും ഇതുപോലെ ടാക്സബിൾ എക്സംപ്റ്റഡ് സപ്ലൈ ഉണ്ട്, നോൺ ബിസിനസ് ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാ മാസവും നമ്മൾ എന്ത് ചെയ്യണം, ഏപ്രിൽ മുതൽ നമ്മൾ മാർച്ച് വരെ എല്ലാ മാസവും നമ്മൾ എന്ത് ചെയ്യണം, ഈ റൂൾ 42 റൂൾ 43 വെച്ചിട്ട് നമ്മൾ അപ്പോഷൻ ചെയ്യണം. ഇനി അതിന് ശേഷം ഗവൺമെൻറ് പറയാണ് ആ വർഷം കഴിഞ്ഞു, എന്നിട്ട് എന്ത് ചെയ്യാം, അത് ആ ഇയർ എൻഡ് കഴിഞ്ഞതിന് ശേഷം ആ വർഷത്തിലെ ടോട്ടൽ ഇപ്പോൾ നമ്മൾ ചെയ്ത ഓരോ മാസമാണ്. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ക്രെഡിറ്റ് നോട്ട് ഡെബിറ്റ് നോട്ടൊക്കെ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ സെയിൽസിൻ്റെ എമൗണ്ടൊക്കെ അങ്ങോട്ടോട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ഇയർ എൻഡ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ആ ഇയറിൻ്റെ മൊത്തം ഡാറ്റ എടുത്തിട്ട്, കാരണം ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഏപ്രിൽ മാസം ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സെയിൽ നടത്തിയിട്ടുണ്ടാവും, പക്ഷേ പിന്നെ അടുത്ത മാസം മെയ് മാസം അത് എന്തെങ്കിലും ക്രെഡിറ്റ് നോട്ട് വന്നിട്ടുണ്ടാവും, റിട്ടേൺ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്ത കമ്പ്യൂട്ടേഷനിൽ മാറ്റുണ്ടാവും. അപ്പോൾ ഗവൺമെൻറ് പറയാണ് അങ്ങനെ നിങ്ങൾ മന്ത്ലി ചെയ്തോ, അതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഇയർ എൻഡിന് ശേഷം എന്ത് ചെയ്യുക, ആ ഇയറിൻ്റെ മൊത്തത്തിലുള്ളത്, ഇപ്പം നിങ്ങൾക്ക് എല്ലാ ഡാറ്റാസും പക്ക ഡാറ്റാസ് കിട്ടി, റിട്ടേൺസും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പക്ക ആ വർഷത്തെ മൊത്തം ഡീറ്റെയിൽസ് നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു തവണ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ റൂൾ അപ്ലൈ ചെയ്യാം. പെർ മന്ത് അല്ല, 12 മാസം കൂടെ ഒരുമിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു തവണ കൂടെ നിങ്ങൾ അപ്പോഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ദ എമൗണ്ട് ഓഫ് നമ്മൾ റിവേഴ്സ് ചെയ്ത എമൗണ്ട്, നമ്മളിപ്പോൾ ഓരോ മാസവും D1 plus D2 നമ്മൾ റിവേഴ്സ് ചെയ്തിട്ടുണ്ടാവും അല്ലേ, ഓരോ മാസം D1 plus D2 റിവേഴ്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ പെർ മന്ത് ചെയ്ത് നമ്മൾ റിവേഴ്സ് ചെയ്ത എമൗണ്ട് സപ്പോസിംഗ്ലി ഒരു 10 ലക്ഷമാണ് വിചാരിക്കാം. പക്ഷെ നമ്മൾ ഇയർ എൻഡിൽ നമ്മൾ വീണ്ടും ചെയ്തപ്പോൾ നമുക്ക് D1 plus D2 ഒന്നുകിൽ നമുക്ക് 2 ഓപ്ഷനായിട്ട് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് എത്ര കിട്ടി വിചാരിക്കാം, 12 ലക്ഷം കിട്ടി വിചാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് 8 lakhs കിട്ടി വിചാരിക്കാം. അപ്പോൾ 12 ലക്ഷമാണ് നമുക്ക് ഇയർ എൻഡ് കമ്പ്യൂട്ടേഷനിൽ കിട്ടിയത് വിചാരിക്കാം. അത് നമ്മൾ മന്ത്ലി ചെയ്തപ്പോൾ നമ്മൾ 10 ലക്ഷമാണ് റിവേഴ്സ് ചെയ്തത്. പക്ഷേ നമ്മൾ ഇയർ എൻഡ് ചെയ്ത സമയത്ത് നമുക്ക് റിവേഴ്സ് ചെയ്യേണ്ട എമൗണ്ട് 12 lakh ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ 2 lakh കൂടെ എക്സ്ട്രാ നമ്മൾ റിവേഴ്സ് ചെയ്യണം, 2 lakh എക്സ്ട്രാ റിവേഴ്സ് ചെയ്യണം. അപ്പോൾ ഒരാളാണ് exceed the amount of D1 41. Such excess amount shall be reversed in GST 3B or DRC 03 before September return. അപ്പോൾ നമ്മൾ ആ വർഷം കഴിഞ്ഞ് അടുത്ത വർഷത്തെ സെപ്റ്റംബർ റിട്ടേണിൻ്റെ മുമ്പായിട്ട് റിവേഴ്സ് ചെയ്യണം. ആൻഡ് പേ ഇൻട്രസ്റ്റ് അറ്റ് 18%. ഈ 18% ഇൻട്രസ്റ്റ് നമ്മൾ എന്ന് മുതൽ എന്ന് വരെയാണ്, നമ്മൾ മാർച്ച് വരെ നമ്മൾ മന്ത്ലി ചെയ്തു. അപ്പോൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത് ഈ 2 lakh നമ്മൾ 2 lakh കൂടെ എക്സ്ട്രാ നമ്മൾ അന്ന് റിവേഴ്സ് ചെയ്യണമായിരുന്നു. പക്ഷേ അന്ന് നമുക്ക് മന്ത്ലി ചെയ്ത സമയത്ത് മനസ്സിലായില്ല. പക്ഷേ ഇയറിൻ്റെ ഫുൾ എടുത്ത് ചെയ്തപ്പോൾ മനസ്സിലായി ഒരു 2 lakh കൂടെ എക്സ്ട്രാ നമ്മൾ റിവേഴ്സ് ചെയ്യണമായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ 2 lakh പ്ലസ് ഇൻട്രസ്റ്റ് 18% എവിടെ മുതൽ എവിടെ വരെ, ഏപ്രിൽ 1 വരെ, ഏപ്രിൽ 1 മുതൽ നമ്മൾ റിവേഴ്സ് ചെയ്യുന്നത് വരെ. റിവേഴ്സ് ചെയ്യേണ്ടത് സെപ്റ്റംബറിലാണ്, സെപ്റ്റംബർ റിട്ടേണിൻ്റെ കൂടെയാണ്. അപ്പോൾ അതുവരെയുള്ള ഇൻട്രസ്റ്റും കൂടെ നമ്മൾ കൊടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ ഫൈൻ. ഇനി നേരെ തിരിച്ചാണെങ്കിലോ,
D1 calculated finally as per rule 42 lesser than the amount of D1 D2 calculated 42 1. അത് നമ്മൾ നേരത്തെ മന്ത്ലി ചെയ്തതിൻ്റെ അതിലാറ് റിവേഴ്സ് ചെയ്യുന്ന എമൗണ്ട് കുറഞ്ഞു വിചാരിക്കാം. ആ ഡിഫറൻസ് എമൗണ്ട് ക്യാൻ ബി ക്ലെയിംഡ് ആസ് ITC ഇൻ ദ റിട്ടേൺ ബിഫോർ സെപ്റ്റംബർ. അതായത് നമ്മൾ ഈ 8 lakhs ആണ് റിവേഴ്സ് ചെയ്യേണ്ടത്, പക്ഷെ നമ്മൾ 10 ലക്ഷം റിവേഴ്സ് ചെയ്തു എന്ന് വെച്ചാൽ നമ്മൾ 2 ലക്ഷം എക്സ്ട്രാ റിവേഴ്സ് ചെയ്തു എന്ന് വെച്ചാൽ നമുക്ക് കിട്ടേണ്ട ITC നമ്മൾ 2 lakh കിട്ടേണ്ട ITC നമ്മൾ ഒഴിവാക്കി. അപ്പോൾ എന്താണ് പ്ലസ് 2 lakhs നമുക്ക് കിട്ടണം. ആ ITC നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ സെപ്റ്റംബർ റിട്ടേണിൻ്റെ മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് തിരിച്ചു പിടിക്കാം, നമ്മുടെ ITC ആയിട്ട് തന്നെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് പറയുന്നതാണ് റൂൾ 42 ഇത് പറയുന്നതാണ് റൂൾ 42 സബ് റൂൾ 2. നമ്മൾ മന്ത്ലി ചെയ്യുന്നതാണ് റൂൾ 42 സബ് റൂൾ 1. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടാൻ ചാൻസ് കുറവാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നമുക്ക് ക്വസ്റ്റ്യൻ വരിക എന്തായിരിക്കും, ഈ പറഞ്ഞ എന്താ പറയുക ഫസ്റ്റത്തെ ഈ ഒരു റൂൾ 42 എന്നായിരിക്കും. ഇത് റൂൾ 42 ആണോ, റൂൾ 42 എന്നായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ ഫൈൻ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് വിൽ ഗെറ്റ് എ ബെറ്റർ ഐഡിയ. ഇനി ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എക്സംപ്റ്റഡ് സപ്ലൈൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിക്കും. അത് റൂൾ 43 കൂടെ കഴിഞ്ഞിട്ടാണ് പഠിക്കുക കേട്ടോ. കാരണം അതിലും ഇതേപോലെ എക്സംപ്റ്റഡ് സപ്ലൈ വരുന്നുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെ ഡെഫിനിഷൻ ഒന്നാണ്. റൂൾ 42 വേണ്ട എക്സംപ്റ്റഡ് സപ്ലൈ ഡെഫിനിഷനും റൂൾ 43 വേണ്ട എക്സംപ്റ്റഡ് സപ്ലൈ ഡെഫിനിഷൻ ഒന്നാണ്. അപ്പോൾ റൂൾ 43 കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എക്സംപ്റ്റഡ് സപ്ലൈ ഡെഫിനിഷൻ പഠിക്കുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റൂൾ 43 ആണ്. റൂൾ 43 കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ടോപ്പിക്കാണ്, ഒന്നും കൂടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ്. റൂൾ 40 ഞാൻ ഒന്നുകൂടെ സമ്മപ്പ് ചെയ്യാണ്. എന്താണ് റൂൾ 40 നമ്മൾ ചെയ്തത്? റൂൾ 40 ഇറ്റ്സ് വെരി സിമ്പിൾ. എപ്പോഴാണ് റൂൾ 40 നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളുടെ ഇൻപുട്ട് നമ്മൾ ടാക്സബിൾ സപ്ലൈക്കും എക്സംപ്റ്റഡ് സപ്ലൈക്കും നോൺ ബിസിനസ് പർപ്പസിനും, ഇനിയിപ്പോൾ നോൺ ബിസിനസ് അല്ലെങ്കിൽ ടാക്സബിൾ സപ്ലൈക്കും എക്സംപ്റ്റഡ് സപ്ലൈക്കും വേണ്ടി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എടുത്ത ITC നമ്മൾ എന്ത് ചെയ്യണം, അപ്പോർഷൻ ചെയ്യണം. അപ്പോൾ അത് ചെയ്യേണ്ട ഒരു സ്റ്റെപ്സ് ഉണ്ട്. ആദ്യം നമ്മൾ കോമൺ ITC കണ്ടെത്തുക. കോമൺ ITC പറയുമ്പോൾ ദാറ്റ്സ് എന്താണ് കോമൺ ITC മീൻസ് ദ ITC ഓൺ കോമൺ ഇൻപുട്ട് വിച്ച് യൂസ്ഡ് ഫോർ മൾട്ടിപ്പിൾ പർപ്പസ്. ഞാൻ പറഞ്ഞ മൾട്ടിപ്പിൾ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ആദ്യം ടോട്ടൽ ITC, അത് എന്ത് ചെയ്യുക, എക്സ്ക്ലൂസീവ്ലി എടുത്ത ITC ഉണ്ടാവും, എടുക്കാൻ പറ്റാതെ, അതായത് എക്സ്ക്ലൂസീവ് ഫോർ നോൺ ബിസിനസ്, എക്സ്ക്ലൂസീവ് ഫോർ എക്സംപ്റ്റഡ്, ബ്ലോക്ക്ഡ് ITC, അതൊക്കെ നമ്മൾ ആദ്യമേ 3B തന്നെ ഒഴിവാക്കുക. എന്നിട്ട് ബാക്കിയുള്ളതാണ് നമ്മൾ 3Bയിൽ എലിജിബിൾ ആയിട്ട് കാണിക്കുക. അത് നമ്മൾ എന്ത് ചെയ്യും, ലെഡ്ജറിലേക്ക് ആഡ് ചെയ്യും. അത് ലെഡ്ജറിലേക്ക് ഓട്ടോമാറ്റിക്കലി വരും. നമ്മൾ 3Bയിൽ കാണിച്ചാൽ ലെഡ്ജറിലേക്ക് വരും. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുക, മൈനസ് നമ്മൾ എക്സ്ക്ലൂസീവ് ഫോർ ടാക്സബിൾ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാം. അപ്പോൾ നമുക്ക് കോമൺ ക്രെഡിറ്റ് കിട്ടും. ഈ കോമൺ ക്രെഡിറ്റാണ് നമ്മൾ എന്ത് ചെയ്യുക, 3 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. 3 ഉണ്ടെങ്കിൽ, നോൺ ബിസിനസ് എല്ലാ ക്വസ്റ്റ്യൻ ഉണ്ടാവണം നിർബന്ധമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോർഷൻ ചെയ്യണം. അതായത് എക്സംപ്റ്റഡ് സപ്ലൈയിലേക്ക് അപ്പോർഷൻ ചെയ്യുക. എങ്ങനെ അപ്പോർഷൻ ചെയ്യുക, കോമൺ ക്രെഡിറ്റ് ഇൻറ്റു എക്സംപ്റ്റഡ് സപ്ലൈ ഡിവൈഡ് ബൈ ടോട്ടൽ സപ്ലൈ. ആ മാസത്തെ എക്സംപ്റ്റഡ് സപ്ലൈ ഡിവൈഡ് ബൈ ആ മാസത്തെ ടോട്ടൽ സപ്ലൈ. ഇനി നോൺ ബിസിനസ് ഉണ്ടെങ്കിൽ വളരെ ഈസിയാണ്, കോമൺ ക്രെഡിറ്റ് ഇൻറ്റു 5%. ബാക്കിയുള്ളതാണ് നമ്മുടെ എലിജിബിൾ ITC. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് നമ്മളുടെ എന്താ പറയുക, നമ്മുടെ റൂൾ 42 നമുക്ക് പഠിക്കാൻ ഉള്ളത്. ഐ ഹോപ്പ് ഓൾ ഓഫ് യു ക്ലിയർ, സെറ്റ് അല്ലേ? ഇനി ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യുന്ന സമയത്ത് ഡോണ്ട് വറി, വി വിൽ ഗെറ്റ് എ കംപ്ലീറ്റ് പിക്ചർ. ഒരു പേടിയും പേടിക്കേണ്ട. ഓക്കെ.